എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വല്ലാർപാടവും മട്ടാഞ്ചേരിയൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ റെഡി, ഞാൻ ഹാപ്പി ആയില്ലേ. അങ്ങനെ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോയി. ഇവിടെ ഒരു ബ്രാഹ്മണ സ്ത്രീയും കുഞ്ഞും വഞ്ചിയിൽ യാത്ര ചെയ്തപ്പം മുങ്ങിയപ്പോൾ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ പള്ളിയിൽ ഒരു ടവർ ഉണ്ട്, പള്ളിയുടെ മുകളിൽ വരെ ലിഫ്റ്റ് ഉണ്ട്. താഴേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് പള്ളിയുടെ ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒരുപാട് വർഷങ്ങൾ മുന്നേ വന്നത്, അപ്പോൾ എനിക്ക് ഇതൊരു നോസ്റ്റാൾജി ആയി. ലിഫ്റ്റിലുണ്ടായിരുന്ന ചേട്ടൻ എൻ്റെ നല്ല ഫ്രണ്ടായി, പുള്ളിക്കാരനാണ് ഫോട്ടോ എടുത്തു തന്നത്. ഇനി അടുത്ത യാത്ര മട്ടാഞ്ചേരിയാണ്. അവിടെ ജങ്കാറിലൊക്കെ കയറണം. ഇനി മട്ടാഞ്ചേരി പോകണം. അവിടെ ജൂയിഷ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, ജൂയിഷ് സ്ട്രീറ്റും ജൂയിഷ് സിനഗോഗും അതെല്ലാം കാണണം. വാട്ടർ മെട്രോയിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലും കയറി. ഇത് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലാണ്. ഇവിടുന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് വെറും 30 രൂപയുള്ളൂ. ഒരു 6-7 മിനിറ്റ് കൊണ്ട് എത്തും, വേഗം എത്തും. ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് വലിയ മഴയല്ലായിരുന്നു, ചെറിയ ചാറ്റൽ മഴയാണ്. അതുകൊണ്ട് നിലമൊക്കെ സ്ലിപ്പറിയാണ്, വേഗം നടക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോനകത്ത് കയറി. അകത്ത് നല്ല തണവായിരുന്നു, AC ആയിരുന്നു. 7 മിനിറ്റ് കൊണ്ട് വെല്ലിംഗ്ടൺ ഐലൻഡ് എത്തും. അത് കഴിഞ്ഞ് ഹൈക്കോർട്ടാണ്. പുറത്തേക്കുള്ള കാഴ്ച അതെ ഇങ്ങനെയാണ്. നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടില്ലെങ്കിലും ഞാൻ വിൻഡോനടുത്ത് സ്ഥാനം ഉറപ്പിച്ചു. മട്ടാഞ്ചേരി ജൂയിഷ് സ്ട്രീറ്റ് ആണത്. ഇവിടെ കുറേ ആൻറ്റിക് ഐറ്റംസ്, പെർഫ്യൂംസ്, ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. ഇത് ജൂയിഷ് സിനഗോഗാണ്. ചാറ്റൽ മഴ ഉണ്ടായിരുന്നുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോയത്. അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് അവരെ പഴയ സ്റ്റൈലുള്ള വീടുകളൊക്കെയാണ് അവരുടെ. ഇവിടെയാണ് ജൂതന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലം. ജൂയിഷ് ഹിസ്റ്ററി ഒക്കെ അത്യാവശ്യം അറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.